പകുതി വില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണൻ ചെറിയ മീനല്ലെന്ന് പോലീസ്. തട്ടിപ്പിലൂടെ അനന്തു സമ്പാദിച്ച പണമെല്ലാം വിവിധയിടങ്ങളിലായി ഭൂസ്വത്ത് വാങ്ങാൻ ഉപയോഗിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇടുക്കി ജില്ലയുടെ വിവിധയിടങ്ങളിലും ഈരാറ്റുപേട്ടയിലും അനന്തു കൃഷ്ണനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സ്കൂട്ടറും ലാപ്ടോപ്പും കാർഷികോപകരണങ്ങളും ഗൃഹോപകരണങ്ങളും പകുതി വിലയിൽ നൽകാമെന്ന വാഗ്ദാനം. വലയിലായത് ലക്ഷക്കണക്കിന് ആളുകൾ. തട്ടിയെടുത്ത കോടികൾ ആഡംബര ജീവിതത്തിനും വിവിധയിടങ്ങളിൽ ഭൂസ്വത്തുക്കൾ വാങ്ങാനുമാണ് പ്രതി അനന്തുകൃഷ്ണൻ ഉപയോഗിച്ചത്. ആളുകളെ വിശ്വസിപ്പിക്കാൻ ഏതാനും സാധനങ്ങൾ കൈമാറിയതൊഴിച്ചാൽ ബാക്കി അത്രയും അനന്തു തട്ടിച്ചു. വിവിധയിടങ്ങളിലായി കോടിക്കണക്കിന് രൂപയുടെ ഭൂസ്വത്താണ് അനന്തു വാങ്ങിക്കൂട്ടിയത്. ഇവിടങ്ങളിൽ എത്തിച്ചാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. ഈരാറ്റുപേട്ടയിലും പ്രതിയുടെ സ്വന്തം നാടായ കുടയത്തൂർ, കൊളപ്ര, 7-ാം മൈലിലെ വീടിന് സമീപം, കൊളപ്രയിലെ ഓഫീസ് എന്നിവിടങ്ങളിലും തൊടുപുഴ, പുളിയൻമല സംസ്ഥാന പാതയോരത്തുൾപ്പെടെ വാങ്ങിയതും വാങ്ങാൻ അഡ്വാൻസ് നൽകിയതുമായ സ്ഥലങ്ങൾ അനന്തു പോലീസിന് കാണിച്ചു കൊടുത്തു. ഈരാറ്റുപേട്ടയിൽ നടന്ന തെളിവെടുപ്പിനിടെ പണം നൽകിയവർ അനന്തുവിനെതിരെ പ്രതിഷേധിച്ചു. എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മൗനമായിരുന്നു അനന്തുവിന്റെ മറുപടി. ഇടുക്കിയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അനന്തുവിനെ മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുപോയി. ജനം, ഇടുക്കി.